ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതേപോലെ തന്നെ എല്ലാവരുടെയും നീറ്റ് പ്രിപ്പറേഷൻസ് നന്നായി പോകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയാം, ഇനി നമ്മുടെ മുന്നിൽ 15 hours 14 days മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു മൊമെൻറ്റിൽ ചില കുട്ടികളെങ്കിൽ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആക്കി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസിലാവില്ലേ. മറ്റ് ചിലർ ഇനിയുള്ള ഡേയ്സ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാലാണ് സ്കോർ ചെയ്യാൻ പറ്റുക, ഇനി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, ഏത് തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഒരു ഡേ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കില്ലേ. ചില കുട്ടികൾ എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് ടൈം ടേബിളാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അവർക്കൊക്കെ ഞാൻ പേഴ്സണലി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കരുതിയത് ഇതേ ഡൗട്ട് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇനി ഉണ്ടാവുമായിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കൂടെ ഞാൻ ഈ ഫോളോ ചെയ്യുന്ന മെത്തേഡ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അവർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ അത്രയും നല്ലതല്ലേ. ലാസ്റ്റ് എൻ്റെ വീഡിയോ കണ്ട ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം, ഞാൻ ലാസ്റ്റ് മന്തായിട്ട് മെമോനിറ്റിൻ്റെ ആപ്പാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ലാസ്റ്റ് 30 days നീറ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവലി പറയുകയാണെങ്കിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ആ ഒരു എക്സാംസ് കൊണ്ടിട്ട്. കാരണം എൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇൻക്രീസ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അവരുടെ 13 days ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് 15 days നീറ്റ് ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഇനി 15 days കൂടി ഉണ്ട്. അപ്പോൾ ഈ 15 days ക്രാഷ് കോഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇത് മെമോനിറ്റിൻ്റെ 15 days നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ പ്ലാനറാണ് കേട്ടോ. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ പ്ലാനാണെങ്കിൽ ഇത് പക്ക NCERT ബേസ്ഡ് ആണ്, വിത്ത് അപ്ഡേറ്റഡ് സിലബസ്. 15 days കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഇതേപോലെ സിൻസിയറായിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് 600+ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു 15 days ചാലഞ്ച് റിവിഷനിൽ അവർ പുതുതായിട്ട് ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ് ബ്രഹ്മാസ്ത്ര റിവിഷൻ പത്രിക. ഇത് പക്ക ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. നിങ്ങൾ എങ്ങനെ പഠിക്കാം, സിമ്പിളായിട്ട് എങ്ങനെ 15 ദിവസം കൊണ്ട് വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഫുൾ കംപ്ലീറ്റ് പഠിച്ചു തീർക്കുക എന്നൊക്കെ ഈ പത്രികയ്ക്കുള്ളിൽ ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പത്രികയ്ക്കുള്ളിൽ 20 to 25 MCQs പെർ ചാപ്റ്റർ അവൈലബിൾ ആണ്. ഫിസിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രി എങ്ങനെ 15 ദിവസം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളത് ഫിസിക്സിന് വേണ്ടിയിട്ട് ഒരു മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിക്ക് പോയിൻറ്റ്സ് ടു കോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബാർ ഗ്രാഫുകൾ അവൈലബിൾ ആണ് ഇതിനകത്ത് ടു അണ്ടർസ്റ്റാൻഡ് ദ വെയിറ്റേജ് ഓഫ് ദി ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രഹ്മാസ്ത്ര റിവിഷൻ പത്രിക 15 ദിവസത്തേക്ക് ഫോർ 15 days നമുക്ക് പക്ക ഫ്രീ ആണ്. ആപ്പിനുള്ളിൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് നമ്മൾ ഒരു എമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. May 5th വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് ആപ്പിനുള്ളിൽ. സോ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഈ പ്ലാനറിനുള്ളിൽ ബയോളജിക്കും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ലാസ്റ്റ് 5 year എക്സാമിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് അവരുടെ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് എന്നവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് പ്ലാനർ നോക്കിയിട്ട് ഇനി 15 days ഏതൊക്കെ ചാപ്റ്റർ മോർ ഫോക്കസ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും പക്ക ലാസ്റ്റ് 5 year ഇന്ത്യയുടെ എക്സാമിൻ്റെ കണക്കനുസരിച്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻഡെക്സിലോട്ട് പോകാം. ഇവിടെ ഈ പ്ലാനറിനുള്ളിൽ തന്നെ day 1 to day 15 അവർ സൂപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര ഹവർ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നൊക്കെ. Day 1 അവർ കൊടുത്തിരിക്കുന്നത് 15 hour പഠിക്കണം എന്നാണ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആൻഡ് ബയോളജി. അതേപോലെ തന്നെ റിവിഷനുണ്ട്, PYQ ചെയ്യാനുള്ള ടൈം അവർ കൊടുത്തിട്ടുണ്ട് 15 hour തന്നെ. അതേപോലെ Day 2 എക്സാമാണ് വരുന്നത്. Day 3 വീണ്ടും നമുക്ക് പഠിക്കാനുള്ള സമയം, റിവിഷൻ ചെയ്യാനുള്ള സമയം, PYQ ചെയ്യാനുള്ള ടൈം. Day 4 വീണ്ടും എക്സാമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും Day 4 Day 2 ഒക്കെ എക്സാം എവിടെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ. അത് ഫുൾ മോഡൽ എക്സാംസ് ആണ് വരുന്നത്. അതും ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് എന്നൊരു ബണ്ടിലാണ് ആ ഒരു എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഫ്രീ അല്ല, അതിന് നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. Day 1 എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ Day 1 15 hour നമുക്ക് പഠിക്കുന്ന സമയം നൽകിയിരിക്കുന്നത്. ഈച്ച് സബ്ജക്റ്റിന് 5 hour വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈച്ച് സബ്ജക്റ്റിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്. അത് മോർ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇവർ നമുക്ക് ഫിസിക്സ് പഠിക്കാൻ 5 hour ഉണ്ട്, ബയോളജി പഠിക്കാൻ 5 hour ഉണ്ട്, കെമിസ്ട്രി പഠിക്കാൻ 5 hour ഉണ്ട് കേട്ടോ. ബയോളജിൻ്റെ കാര്യമാണെങ്കിൽ ആദ്യത്തെ 5 hour 3 ചാപ്റ്റർ, ഈച്ച് ചാപ്റ്റർ 15 minutes വെച്ചിട്ട് വായിക്കുക. ദെൻ 15 minutes അതിൻ്റെ PYQ ചെയ്യുക. ദെൻ 20 minutes ഇവിടെ ആപ്പിൽ തന്നെയുള്ള മീഡിയം ടു ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമുക്ക് എക്സാം ഡേ ആണ്. അത് നമുക്ക് ഫുൾ മോഡൽ ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് 13 hour തന്നിരിക്കുന്നത് എക്സാമിനും പിന്നെ ബയോളജി റിവിഷന് വേണ്ടിയിട്ടും കൂടാണ് കേട്ടോ. എക്സാം എവിടെയാണെന്ന് ചോദിച്ചാൽ ആപ്പിൽ തന്നെ ഉണ്ട് ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ്, അത് അവൈലബിൾ ആണ്. അത് പെയ്ഡ് ആണ് കേട്ടോ. ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് എക്സാം വേണ്ടി മാത്രമല്ല കേട്ടോ, 2 hour നമ്മൾ ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം, അതിന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. അതിനുശേഷം എക്സാമിന് മുന്നേ 3 hour എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ദെൻ 3 hour 20 minutes എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ 3 hour പേപ്പറൊക്കെ അനാലിസിസ് ചെയ്യുക, മിസ്റ്റേക്സ് ഒക്കെ നോട്ട് ഔട്ട് ചെയ്യുക. പിന്നെ അതിനുശേഷമുള്ള 2 hour നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മുടെ കൺസെപ്റ്റ്സ് ഒക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് Day 3, 4, 5 to 15 days വരുന്നത്. ഇതിൽ മെയിനായി ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 15 days മോർ യൂസ്ഫുൾ ആക്കിക്കൊണ്ട് ഈ ഹൈ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 600 above നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് ഞാൻ ആപ്പിൽ ഇനി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബണ്ടിൽ വരും. നമുക്ക് ആവശ്യമുള്ളത് ഏതാ, ബ്രഹ്മാസ്ത്ര റിവിഷൻ പത്രിക. അതിനുള്ളിൽ ഞാൻ കെമിസ്ട്രി ചൂസ് ചെയ്തു. കെമിസ്ട്രിക്കകത്ത് എല്ലാ ചാപ്റ്റേഴ്സും കാണിച്ചു. ഞാൻ സം ബേസിക് കൺസെപ്റ്റ്സ് ആണ് സെലക്ട് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പോയിൻറ്റ്സ് ടു പോയിൻ്റ് അനലൈസിസ് ആൻഡ് ഹൈലി കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ്. നമുക്ക് ആദ്യം തന്നെ പോയിൻറ്റ്സ് ടു പോയിൻ്റ് എടുക്കാം. അപ്പോൾ സം ബേസിക് കോൺസെപ്റ്റിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റുകളും അടങ്ങിയിട്ടുണ്ട്
ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള മെയിനായിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങൾ ടേംസ് എല്ലാ കാര്യങ്ങളും എടുത്ത് കൊടുത്തിട്ട് അതാണ് പോയിൻറ്റ്സ് ടു പോകേണ്ടത്. നെക്സ്റ്റ് ഞാൻ ഹൈലി കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻ എടുത്തു. അതിപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അനലൈസിസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പാസ്റ്റ് 5 ഇയേഴ്സിൽ സം ബേസിക്സിൽ ടോപ്പിക് വൈസ് എത്ര പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി ഫിസിക്സിൽ എന്താ നോക്കുക, അതിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ചൂസ് ചെയ്തത്. അതിന് കയറുമ്പോൾ തന്നെ മൈൻഡ് മാപ്പ്, അനാലിസിസ് ആൻഡ് ഹൈലി കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് കാണാം. മൈൻഡ് മാപ്പിൻ്റെ തുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള എല്ലാ ടോപ്പിക് വൈസ് ഇക്വേഷൻസും അടങ്ങിയിരിക്കുന്ന ഒരു മൈൻഡ് മാപ്പാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1, 2 ഒക്കെ ഉണ്ട്, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഉണ്ട് കേട്ടോ. അടിപൊളി മൈൻഡ് മാപ്പാണ്, സൂപ്പറാണ്. ഹൈലി കൺസെപ്ഷണൽ ക്വസ്റ്റ്യൻസ് കയറി കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ പറഞ്ഞ തന്നെ. അനാലിസിസിലാണെങ്കിൽ പിന്നെ പറയേണ്ട നല്ല കളർഫുൾ ആയിട്ടുള്ള ഗ്രാഫുകളുണ്ട്. അങ്ങനെ ഏതൊക്കെ ടോപ്പിക്കുകളിൽ നമ്മൾ മോർ ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി കാണിക്കാൻ പോകുന്നതാണ് ഓൾ ഇൻ വൺ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ്. ഇതിനകത്താണ് ഡേ 2ലും 4ലൊക്കെ നമ്മൾ എക്സാം എഴുതുന്നത്. ഇതിനകത്ത് ഓൾറെഡി എക്സാംസ് കഴിഞ്ഞ് പോയ എക്സാംസ് ഉണ്ട്, ഇനി അപ്കമിങ് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കയറുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ട് കേട്ടോ. OMR ആണെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് കടയിൽ പോയിട്ട് പ്രിൻറ്റ് എടുക്കാം. പ്രിൻറ്റ് എടുത്തിട്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെ നമുക്ക് എക്സാം എഴുതാം. ഓൺലൈനായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ചോയ്സ് ആട്ടോ ഇത്. OMR മാത്രമല്ല നമ്മൾ ചെക്കേണ്ട ആവശ്യമില്ല. OMR ആപ്പിൽ തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അവർ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് കറക്റ്റും ഇൻകറക്റ്റും എല്ലാം കാണിച്ച് നമ്മുടെ മാർക്ക് നമ്മളെ കാണിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം എങ്ങനെയാണ് OMR അപ്ലോഡ് ചെയ്യുന്നതെന്ന്. ഇവിടുത്തെ OMRൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് അത് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. OMR അപ്ലോഡ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിയും ബയോളജി നമ്മൾ എന്തൊക്കെ അറ്റൻഡ് ചെയ്തു ഇല്ലെന്നൊക്കെ നമുക്ക് കാണാം. പ്രൊസീഡ് ചെയ്യുന്ന ഉടനെ തന്നെ സ്കോർ വരും, ടോട്ടൽ സ്കോർ വരും. ഈച്ച് സബ്ജക്റ്റ് നമ്മൾ എത്ര അറ്റൻഡ് ചെയ്തു നെഗറ്റീവായി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി 15 ഡേയ്സേ ഉള്ളല്ലോ. ഇനി എക്സാംസിന് എങ്ങനെ NCERT വായിക്കാമെന്ന് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആപ്പിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. NCERT ലൈൻ ബൈ ലൈൻ ഒരു സെക്ഷൻ ഉണ്ട് ബയോളജിക്കും ഫിസിക്സിനും കെമിസ്ട്രിക്കും. അതും NCERT മെയിൻ പോയിൻറ്റ്സ് നല്ല കളർഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ബയോളജിൻ്റെ ബണ്ടിൽ എടുക്കുമ്പോൾ കാണിക്കാം പ്രാക്ടീസ്, റിവിഷൻ, നോട്ട്സ് ആൻഡ് ഫൺ എന്ന സെക്ഷനുണ്ട്. പ്രാക്ടീസിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ നോട്ട്സ് ആൻഡ് ഫണ്ടിനകത്ത് നമുക്ക് ആദ്യം ലിവിംഗ് വേൾഡ് ഒന്ന് എടുത്ത് നോക്കാം. ലിവിംഗ് വേൾഡ് എടുക്കുമ്പോൾ തന്നെ നോട്ട്സ്, പോഡ്കാസ്റ്റ്, ക്രോസ് വേൾഡ്, മീംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഫണ്ണായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ്. നോട്ട്സിനകത്ത് കയറുമ്പോൾ തന്നെ ലിവിംഗ് വേൾഡിൻ്റെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വായിക്കാം. അപ്പോൾ NCERT കുത്തിരുന്ന് ഫുള്ളിരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല വരുന്നില്ല. അപ്പോൾ മെമോ നീറ്റിൻ്റെ 15 ഡേയ്സ് നീറ്റ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അവരുടെ മെത്തേഡും പ്ലാനുകളും എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവരുടെ ബ്രഹ്മാസ്ത്ര റിവിഷൻ പത്രിക ഫ്രീ ആണ് 15 ഡേയ്സ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസും NCERT ലൈൻ ബൈ ലൈനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് നിങ്ങൾ പേടിക്കേണ്ട, ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ. അതിന് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം, രഹന എന്ന് പറയുന്ന കൂപ്പൺ കോഡ്. അതും യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.